ഹായ് ഓൾ, വെൽക്കം ടു സൈലം. ഇന്ന് നമുക്ക് SSC CGL 2025 എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ ഒരു SSC എക്സാംസിനും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ നടത്താനുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് SSC CGL 2025 എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4/7/2025 അപ്പോൾ അത്രയും ദിവസം ഉണ്ടല്ലോ, അവസാനം ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. അവസാനം വെബ്സൈറ്റൊക്കെ ഹാങ് ആയി നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. സോ മേക്ക് ഷുവർ ഇതിനൊരുപാട് ദിവസം മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? റൈറ്റ്. പിന്നീട് നമ്മൾ OBC കാറ്റഗറി ആണ് അല്ലെങ്കിൽ SC ST ആണെന്നൊക്കെ പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വൺ ടൈം രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഏത് കാറ്റഗറി ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഓൺ ആയിട്ടുള്ള ടൈമിൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. ഓക്കെ. പിന്നെ നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഫൈനൽ ഇയർ വാട്ട് അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്പിയർഡ് ഇൻ ദർ ഫൈനൽ ഇയർ ഓഫ് ദർ ഗ്രാജുവേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ. അവർക്കും അപ്ലൈ ചെയ്യാം. ഹൗവർ ദേ മസ്റ്റ് പോസസ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എസ് ഓൺ 1/8/2025 ആകുമ്പോഴേക്കും റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പം നമുക്ക് ആക്ച്വലി രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്ന്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആപ്പ് ത്രൂ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ചെയ്യാം. ബട്ട് അഗൈൻ ആപ്പിൽ കൂടെ ചെയ്യുകയാണെങ്കിലും വെബ്സൈറ്റിൽ കൂടെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ 2 ആപ്പുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അത് ഏതൊക്കെയാണെന്ന് കാണിക്കാം. മൈ SSC ആപ്പ്, ഓക്കെ, അതുപോലെ തന്നെ ആധാർ ഫേസ് RD. അപ്പോൾ ആപ്പിൽ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ 2 ആപ്പ് മാത്രം നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. മൈ SSCയിൽ കയറിയിട്ട് ഈ വെബ്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സെയിം ആണ്, നമുക്കത് ചെയ്യാം. ഓക്കെ. ബട്ട് ഇനി വെബ്സൈറ്റിലാണ് ചെയ്യുന്നതെങ്കിലും ഈ 2 ആപ്പുകളും നമ്മൾ നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ പറ്റുള്ളൂ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കരുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ നമുക്ക് വേണം. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് നോക്കാം, 6 സെൻറ്റിമീറ്റർ വിത്ത് 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ്. അപ്ലോഡ് സൈസ് എന്ന് പറയുന്നത് 10 KB മുതൽ 20 KB ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സൈനൊക്കെ ഇട്ട് ഈ സൈസിലോട്ട് റീസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ KB എന്ന് പറയുന്നത് 10നും 20നും ഇടയ്ക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ആദ്യം തന്നെ. പിന്നെ നമുക്കിവിടെ ഫോട്ടോ, നേരത്തേക്ക് നമുക്ക് ഫോട്ടോ ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ലൈവ് ഫോട്ടോ ആണ്. അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വേണം. അപ്പോൾ ഓൾറെഡി പാസ്സായ ആൾക്കാർക്ക് നമ്മുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയുമെങ്കിൽ ഫൈൻ, അല്ലാതെ ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. പിന്നെ നമ്മൾ ഫോട്ടോ ലൈവ് ഫോട്ടോ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. അതിൽ പറയുന്നുണ്ട് ഫൈൻഡ് എ പ്ലേസ് വിത്ത് എ ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ തന്നെ എൻഷുർ ദ ക്യാമറ ഈസ് അറ്റ് ഐ ലെവൽ ബിഫോർ ടേക്കിംഗ് ദ ഫോട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിനെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഒന്ന് നമ്മൾ നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാൻഡിഡേറ്റ്സ് ഷുഡ് നോട്ട് വെയർ എ ക്യാപ്പ്, മാസ്ക് ഓർ ഗ്ലാസസ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ ലൈവ് ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഇതൊക്കെ അയച്ചു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോ എടുക്കണം. അത് മറന്നിട്ട് നമ്മളങ്ങനെ ചെയ്ത് പോകരുത്. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഫോണിൽ ഈ പറയുന്ന 2 ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ ബ്രൗസർ എടുക്കുന്നു, SSC.gov എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണും, യെസ്, ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഒരിക്കലും ഇതല്ല. ഓക്കെ, ssc.nic.in അല്ല, ssc.gov.in നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡാണ് കാണുക, അല്ലെങ്കിൽ ഈ ഒരു ഇതാണ് നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിത് ഒന്നിലെ ഇവിടെ കാണുന്നുണ്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. സോ ഇവിടെ അപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. 2ൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പേജിലോട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ക്യാപ്ഷ കോഡും എൻ്റർ ചെയ്ത് കൊടുത്തു. ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഡാഷ്ബോർഡിലോട്ട് വരും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കാണുന്നുണ്ടാവും നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഏതൊക്കെയാണ് ലൈവ് എക്സാമിനേഷൻസ്, ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ CGL ഉണ്ട്, സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണ്, CGL ആണ്. സോ ഇവിടെ അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കുക എന്നവർ പറയുന്നുണ്ട്. ഫിൽ ഫോം എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ, ഫിൽ ഫോം. യെസ്, ഫിൽ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി
വൺ ടൈം രജിസ്റ്റർ ചെയ്ത ടൈമിൽ നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ കാര്യങ്ങളും പ്രീ ഫിൽഡ് ആയിട്ട് തന്നെ ഇവിടെ വരും. അപ്പോൾ നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. ആക്ച്വലി നെക്സ്റ്റ് എന്നേ കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ പേരും അല്ലെങ്കിൽ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും എല്ലാം കൃത്യമായിട്ട് ഇവിടെ കാണിക്കും നമ്മൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നെക്സ്റ്റ്, ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഇത് ഓൾറെഡി പ്രീ ഫിൽ ചെയ്ത് വരുന്ന ഡാറ്റയാണ്. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. ദെൻ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. സോ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഗ്രാജുവേഷൻ ആണോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡിഗ്രി തന്നെയാണ്, ഗ്രാജുവേഷൻ തന്നെയാണ് അല്ലേ. നമ്മുടെ ഈ എക്സാമിന് ഗ്രാജുവേഷനാണ് വേണ്ടത്, ഡിഗ്രി വേണം. അത് ക്ലിക്ക് ചെയ്യുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ പാസ്ഡ് ആണ് അല്ലെങ്കിൽ അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിംഗ് എന്ന് കൊടുക്കുക, ഓൾറെഡി പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് എന്ന് കൊടുക്കുക. പാസിംഗ് ഇയർ നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു. അടുത്തത് യൂണിവേഴ്സിറ്റി ഏതിലാണ് പഠിച്ചതെന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ CGPA അല്ലെങ്കിൽ പെർസെൻറ്റേജ്, അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റിൽ കിട്ടിയവർക്ക് ഇത് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റർ ചെയ്യാനാണ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അല്ല ഈസി ആയിട്ട് വലിയ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സക്സസ് എന്ന് കാണിക്കും. അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തു, അത് സക്സസ് എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാനുണ്ട്. സോ അതിൽ അഡീഷണൽ ഇൻഫർമേഷൻ 1 എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ എന്ന് കൊടുക്കുക. സോ വെദർ യു ആർ എൻ എക്സ് സർവീസ്മെൻ, അപ്പോൾ ഞാൻ നോ എന്ന് കൊടുത്തു. വെദർ സീക്കിംഗ് ഏജ് റിലാക്സേഷൻ, അപ്പോൾ നമ്മൾ ഏജിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെ അർഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് പ്രോപ്പറായിട്ട് എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഡു യു വാണ്ട് ടു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ ആക്സസിങ്? യെസ്, അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ മറ്റാൾക്കാർക്ക് കൊടുക്കാൻ അല്ലേ, അപ്പോൾ നമുക്ക് അത് എസ് എന്ന് കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് അഗെയിൻ നമ്മളിവിടെ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യാണ്. റൈറ്റ്, ഓക്കെ. അപ്പോൾ അഗെയിൻ ഈ ഇൻഫർമേഷനും സക്സസ് ആയിട്ട് സേവ് ആയി എന്ന് പറയും. അഗെയിൻ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അഡീഷണൽ ഇൻഫർമേഷൻ 2. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് എവിടെയാണോ അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ പ്രിഫറൻസ് 1, പ്രിഫറൻസ് 2, 3 എന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ ഡു യു ഹാവ് എ ഫിസിക്കൽ ലിമിറ്റേഷൻ, അപ്പോൾ നോ എന്ന് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ആർ യു ഓൾസോ അപ്ലൈങ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആ ഡിഗ്രി പഠിക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എസ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഈ എക്സാമിനും അല്ലെ പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 1, അപ്പോൾ അതിനാണെങ്കിലും ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ ആസ് യു ക്യാൻ സി നോ കൊടുക്കുക. വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ആണോ? യെസ്. അപ്പോൾ വീണ്ടും നമുക്ക് എന്തായി, സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ ഇനിയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലെ ലൈവ് ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തത് നെക്സ്റ്റ് അല്ലെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ എത്തുക. അപ്പോൾ ഇവിടെ ഫേസ് ഒതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് എന്നുണ്ട്. അപ്പോൾ ഈ കാര്യം ചെയ്യാനാണ് അല്ലെങ്കിൽ ഫേസ് ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈ SSC ആപ്പും അല്ലെങ്കിൽ ആധാർ ഫേസ് RD എന്ന് പറയുന്ന ആപ്പും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. മനസ്സിലാവും? സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്തായാലും ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ആപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രോസസ്സ് എല്ലാം നമുക്ക് മൈ SSC ആപ്പിൽ തന്നെ ചെയ്യാം. സോ കുറച്ചുകൂടി ഈസിയർ ആണ് അല്ലേ? ഓക്കെ, വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു മൊമെന്റ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അഗെയിൻ ഫോണിൽ മൈ SSC ആപ്പും അതുപോലെ തന്നെ ഫേസ് RDയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ മൈ SSC ആപ്പ് എടുക്കുക. അതിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ കാണും. ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൈ ആപ്ലിക്കേഷൻ എന്ന് കാണും. മൈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CGL സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നേരത്തെ നമ്മൾ വെബ്സൈറ്റിൽ ചെയ്ത് അതേപോലെ തന്നെ ആയിരിക്കും ഓൾറെഡി ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പോൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യെസ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. യെസ്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷൻ എന്ന് കാണും. മൈ ആപ്ലിക്കേഷൻ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് CGL സെലക്ട് ചെയ്യുക. CGL സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും അതിൽ വരിക. അപ്പോൾ ഓൾറെഡി ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും, ആധാർ ഒതൻറ്റിക്കേഷൻ വെരിഫിക്കേഷൻ എന്നുള്ളതിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൺസെൻറ്റ് കൊടുക്കുന്നു. ആധാർ ഫേസ് ഒതൻറ്റിക്കേഷൻ ഇവിടെ
ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ മറ്റേ ആപ്പ് ഉണ്ടല്ലോ, ആധാർ ഫേസ് RD എന്ന് പറയുന്നത്, അതിലോട്ട് ആക്സസ് പോകും. അപ്പോൾ ഇവിടെ പ്രൊസീഡ് എന്ന് കൊടുക്കുക. ദെൻ നമ്മുടെ ക്യാമറ ഓൺ ആവും. ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തോളും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം എന്തായി, കംപ്ലീറ്റ് ആയി, ഈ പ്രോസസ്സ് സെറ്റായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആധാർ ഫേസ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് സെറ്റായി. ഇനി നമ്മൾ വീണ്ടും വെബ്സൈറ്റിലാണല്ലോ ചെയ്യുക, ആ പേജ് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ പാസ്വേഡും അല്ലെങ്കിൽ നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യണം. എക്സാം സെലക്ട് ചെയ്യുക, നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ അതെല്ലാം ഫിൽഡ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഡീറ്റെയിൽസും, അതായത് നമ്മുടെ ലൈവ് ഫോട്ടോ അവിടെ നമുക്ക് എടുക്കാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ ഫോണിൽ തന്നെ ചെയ്താലും നോ ഇഷ്യൂസ്. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ ഫേസ് എല്ലാം വാട്ടർ റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ലൈവ് ഫോട്ടോ ഫോണിൽ തന്നെ എടുക്കാം. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ഫോട്ടോ, അതായത് സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ എത്ര സൈസിലുള്ളത്, അത് നമുക്ക് ഫോണിൽ തന്നെ ചെയ്താലും നോ ഇഷ്യൂസ്. അപ്പോൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ഫോണിലോട്ട് സേവ് ചെയ്ത് വയ്ക്കുക. അതല്ല വെബ്സൈറ്റിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മളത് കമ്പ്യൂട്ടറിലോട്ട് സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഫോട്ടോ കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയി. ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോം റിവ്യൂ ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, യെസ്, അതെല്ലാം ഓക്കെ ആണെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിക്ലറേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐ എഗ്രി എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക, ക്യാപ്ഷൻ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എല്ലാവർക്കും പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇന്ന കാറ്റഗറിക്ക് വേണ്ട, ഇന്ന കാറ്റഗറിക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് വേണം, ഇതൊക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് മേക്ക് എ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ വി ഹാവ് ടു യെസ് എന്ത് ചെയ്യണം, പൈസ അടയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. 100 രൂപ. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗേറ്റ് വേ ആണ് ചൂസ് ചെയ്യാം. അതായത് ലൈക്ക് ഇത് എന്ത് ചൂസ് ചെയ്തതിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ പേ എന്ന് കൊടുക്കുക. പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ അതിൽ UPI ആണ്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് UPI ആയതുകൊണ്ട് തന്നെ UPI ക്ലിക്ക് ചെയ്യുക. UPI ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ QR കോഡ് സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ QR കോഡ് വരും. ഫോൺ എടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു, നമ്മുടെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, യെസ് പേ ചെയ്തു. പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കാണും. അപ്പോൾ ഇത് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിലും ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ പേയ്മെൻറ്റ് കഴിഞ്ഞു. പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, അപ്ലിക്കേഷൻ സക്സസ് ആയി. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. സോ ഇത്രയേ ഉള്ളൂ, പ്രോസസ്സ് വളരെ ഈസിയാണ്. സോ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഫൈൻ, പെർഫെക്റ്റ്, ഫാന്റാസ്റ്റിക്. ഇനി നമ്മൾ കാര്യം എന്താ, പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എക്സാമിന് പോകണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനോടുകൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാനോടുകൂടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സൈലം നമുക്ക് 2 ബാച്ചസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യെസ്, ഒന്ന് SSC CGL മാസ്റ്റേഴ്സ് ബാച്ചാണ്. അപ്പോൾ 1999 രൂപയാണ് ഇതിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന സമയത്തുള്ള അല്ലെങ്കിൽ 70 ദിവസം അല്ലെങ്കിൽ 60+ ഡേയ്സ് അല്ലെങ്കിൽ 65+ ഡേയ്സ് എന്ന് പറയുന്ന ഈ ഒരു കാലയളവിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കൃത്യമായ പ്ലാനോടുകൂടെ അല്ലേ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരിക്കും ഈ ബാച്ചിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ യെസ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആ ബാച്ച് മാത്രമല്ല, നമുക്ക് SSC CGL PYQ ക്രാഷ് എന്ന് പറയുന്ന ഒരു ബാച്ചും ഉണ്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി PYQ ക്വസ്റ്റൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കണ്ടന്റ് എല്ലാം സെറ്റാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. അവസാന നിമിഷം നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഓൾസോ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന PYQ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 999 രൂപയാണ്. ക്ലാസ് 26 ജൂണിനായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കെല്ലാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.